സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ അക്രമത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്ത് പോലീസ് ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യ സർക്കാർ നിശബ്ദത പാലിച്ചപ്പോൾ അമേരിക്ക ചെയ്യുന്നത് തെമ്മാടിത്തമാണെന്നും അക്രമിയുടെ പക്ഷത്ത് നിൽക്കാൻ പാടില്ല എന്നും ജനാധിപത്യത്തിന്റെ ചുവടെയായിരിക്കണം ഇന്ത്യയുടെ നിലപാടെന്നും അദ്ദേഹം ഇവിടെ ഉദ്ഘോഷിച്ചപ്പോൾ ഒരുപക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സമുദായ നേതാവിന്റെ പ്രതികരണമായി അത് ഭവിച്ചു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഉസ്താദ് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ പ്രതികരണത്തിൽ അന്തർലീനമായിട്ടുണ്ട്. വെനിസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് നെടുനായകത്വമുണ്ടായിരുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് നിശബ്ദതയുടെ വാൽമീകത്തിലേക്ക് പിൻവാങ്ങുന്നത്? മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ എത്രയോ അതിക്രമങ്ങളെ ഇന്ത്യ തുറന്നു നിർത്തിയിട്ടുണ്ട്.